Hello everyone, welcome to another video, Word Partners part number 4. ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഒരു വാക്കിൻ്റെ കൂടെ വരുന്ന പാർട്ണർ കൂടി പഠിച്ചു വെക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് ഇറ്റ് വിൽ പുട്ട് യു ഇൻ ട്രബിൾ. ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹാപ്പി അബൌട്ട് എന്ന് പഠിച്ചു വെച്ചില്ലെങ്കിൽ ഹാപ്പിന് ശേഷം എന്ത് വെച്ചു കൊടുക്കും? ഇറ്റ്സ് റിയലി കൺഫ്യൂസിങ് ഓർ വി വിൽ ബി ഇൻ ട്രബിൾ. Anyway, this is a fourth video and if you haven't watched the earlier ones, go and watch them. ഇത് നാലാമത്തെ വീഡിയോ ആണത്. നേരത്തെ 3 വീഡിയോസും കണ്ടിട്ടില്ലെങ്കിൽ പോവുക, കാണുക, and they'll be useful for you. And today we'll be looking at some word partners with the OF. OF. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ഒരു പുതിയൊരു വേർഡ് പഠിക്കുകയാണെങ്കിൽ അതൊരു ഫ്രേസ് ആയിട്ട് പഠിച്ചു വെക്കണം, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് ആയിട്ട് പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമാണ് അത് ഫ്ലുവൻസിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. Alright? So today we'll be looking at word partners of OF. Right. So first one. നമ്മൾ പഠിക്കുന്ന എല്ലാം തന്നെ ടോറൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്ത് തന്നെ പഠിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ആക്ഷനും സൗണ്ടും നിങ്ങൾ കൃത്യമായിട്ട് കോപ്പി ചെയ്യണം. റെഡി? ഫസ്റ്റ് വൺ, അഫ്രൈഡ് ഓഫ്. അഫ്രൈഡ് ഓഫ്, സ്കെയർഡ് ഓഫ്, അഷെയിംഡ് ഓഫ്, അഷെയിംഡ് ഓഫ്, പ്രൗഡ് ഓഫ്, സിക്ക് ഓഫ്, ടയർഡ് ഓഫ്, full of, short of, aware of, careful of, and finally capable of. Alright? So afraid of and scared of അറിയാം, പേടിയുള്ള എന്നർത്ഥം. For example, I'm afraid of dogs. And afraid of and scared of രണ്ടിൻ്റെ അർത്ഥം പേടിയുള്ള എന്നാണല്ലോ. So I'm afraid of dogs and I'm scared of my dad, for example. Okay, I'm not scared of you. So afraid of, scared of. Ashamed of, ലജ്ജയുള്ള, നാണമുള്ള എന്നാണ്. For example, I'm ashamed of you, right? I'm ashamed of this country, or I'm ashamed of this government, or I'm ashamed of the politicians in India, for example. So I'm ashamed of and proud of. I'm proud of you. It's very familiar, it's very popular, and it's known to everyone. I'm proud of. I'm proud of you. I'm proud of my job. I'm proud of anything, all right? Anything and everything, all right? So I'm proud of my family, okay? So I'm proud of. And I'm sick of. Sick of എന്ന് പറഞ്ഞാൽ അസുഖം പിടിച്ചാണെന്നുള്ള അർത്ഥം. ആക്ച്വലി മടുത്ത എന്നർത്ഥം. സിക്ക് എന്ന് പറഞ്ഞാൽ അസുഖമുള്ള നമുക്കറിയാം. എന്നാൽ സിക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ മടുത്ത അർത്ഥത്തിലാണ്. ജസ്റ്റ് ലൈക്ക് ഫെഡ് അപ്പ് എന്നൊക്കെ പറയില്ലേ. For example, I'm sick of advising you. നിന്നെ ഉപദേശിക്കാൻ മടുത്തു. That's it. I'm sick of. ഇംഗ്ലീഷിൽ ഈ ആം സിക്ക് അതിന് ശേഷം വരുന്ന ടയർഡ് ഓഫ്, ഞാൻ നേരത്തെ പറഞ്ഞു ടയർഡ് ഓഫ്. ഈ ടയർഡ് ഓഫ് സിക്ക് ഓഫ് എന്ന് ഒന്നിച്ച് ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ആം സിക്ക് ആൻഡ് ടയർഡ് ഓഫ് യു. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു എന്നൊക്കെ പറയില്ലേ, നിന്നെക്കൊണ്ട് ഞാൻ പൊറുതുമുട്ടി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ആം സിക്ക് ആൻഡ് ടയർഡ് ഓഫ് യു. ഓൾറൈറ്റ്? ഓക്കെ. സോ അപ്പോൾ സിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അസുഖമുള്ള എന്നല്ല അർത്ഥം, ആക്ച്വലി മടുത്ത എന്ന അർത്ഥം. ഓക്കെ. സിക്ക് ഓഫ്, ടയർഡ് ഓഫ്, full of. Full of എന്ന് പറഞ്ഞാൽ അറിയാലോ, നിറയെ ഉള്ള എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, the room is full of people and the tank is full of water, the bottle is full of wine, so it can be anything. Short of. Short of എന്ന് പറഞ്ഞാൽ കുറവുള്ള എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, I am short of time. എനിക്ക് സമയമില്ല, സമയം കുറവാണ്. Or we can also say I'm short of money, alright, കാശില്ല. And we are short of job. നമുക്ക് പറയാം, വി ആർ ഷോർട്ട് ഓഫ് ഷുഗർ, വി കൻ സേ ദാറ്റ്. ഓൾറൈറ്റ്? അപ്പോൾ കുറവാണെന്ന് പറയുമ്പോഴൊക്കെ ഷോർട്ട് ഉപയോഗിക്കുക, അതിനുശേഷം എന്താണ് കുറവ് അത് ഓഫിന് ശേഷം വെച്ച് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, വി ആർ ഷോർട്ട് ഓഫ് വാട്ടർ, വി ആർ ഷോർട്ട് ഓഫ് ഷുഗർ, സോൾട്ട്, വട്ട് എവർ. ഓൾറൈറ്റ്? ദെൻ അവെയർ ഓഫ്. സോ ബി അവെയർ ഓഫ് ഡോഗ്സ് എന്ന് നിങ്ങൾ പല ഗേറ്റിൻ്റെ മുന്നിൽ കണ്ടു കാണും. സൂക്ഷിക്കുക എന്നർത്ഥം, സൂക്ഷ്മതയുള്ള എന്നർത്ഥം. സോ യു ഹാവ് ടു ബി അവെയർ ഓഫ് ദ ട്രാഫിക് റൂൾസ്. ഓൾറൈറ്റ്? യു ഹാവ് ടു ബി അവെയർ ഓഫ്. And you have to be aware of the do's and don'ts of this campus. ഈ ക്യാമ്പസിൽ ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. അവെയർ ഓഫ്. ആൻഡ് കെയർഫുൾ ഓഫ്. ഫോർ എക്സാമ്പിൾ, ഐ ആം കെയർഫുൾ ഓഫ് മൈ വേർഡ്സ്. എൻ്റെ വാക്കുകൾ സൂക്ഷിക്കുന്ന ആളാണ്. അപ്പോൾ സൂക്ഷ്മതയുള്ളതാണ് കെയർഫുൾ ഓഫ് എന്ന് പറഞ്ഞാൽ. സോ ബി കെയർഫുൾ ഓഫ് യുവർ വേർഡ്സ്. വാക്കുകൾ സൂക്ഷിക്കണം. മൈൻഡ് യുവർ വേർഡ്സ്. ഓൾറൈറ്റ്? ആൻഡ് ഫൈനലി കേപ്പബിൾ ഓഫ്. കേപ്പബിൾ ഓഫ് എന്ന് പറഞ്ഞാൽ കഴിവുള്ളതാണ്. I'm capable of teaching you English and I'm capable of playing cricket. എന്ന് വെച്ചാൽ I can play cricket. Actually, the difference between I can play cricket and I am capable of playing cricket എന്ന് പറഞ്ഞാൽ ഈ capable is more formal and I can speak English. It's very common, informal. But കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആക്കി ഉപയോഗിക്കണമെങ്കിൽ you can say I am capable of speaking English. Remember, ഈ ടൈനി വേർഡ്സ് ഉണ്ടല്ലോ, ഇന്ന്, ഓൺ, അറ്റ്, ഓഫ്, ബൈ തുടങ്ങിയുള്ള എനി ടൈനി വേർഡ്സ്, ഇതിന് ശേഷം ഒരു ആക്ഷൻ വരികയാണെങ്കിൽ ഇപ്പോൾ പോവുക,
വരിക, ഇങ്ങനത്തെ എന്ത് ആക്ഷൻ വരികയാണ് നിർബന്ധമായിട്ട് ing ഉപയോഗിക്കണം. For example, I'm afraid of flying, all right? I'm scared of swimming, and I'm tired of cooking, and I'm sick of living here. Okay, then so that's it. So look at the board, and I'm afraid of dogs. I'm scared of snakes. ഇതിൻ്റെ അർത്ഥം രണ്ടൊന്നാണ്, പേടിയുള്ള എന്നർത്ഥം. ശ്രദ്ധിക്കുന്ന കാര്യം, ഇത്രയും ഈ ഉള്ള ആയ തുടങ്ങിയുള്ള വാക്കുകൾ അർത്ഥം വരുന്ന എല്ലാ വാക്കുകളും അതെല്ലാം സ്റ്റേറ്റുകളാണ് ഇംഗ്ലീഷിൽ. ഇതിൻ്റെ പ്രത്യേകത, ഇംഗ്ലീഷിൽ ഈസ്, ആർ, ആം, വാസ്, വെയർ തുടങ്ങിയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുക, എന്ന് ഹെൽപ്പേഴ്സാണ് ഉപയോഗിക്കുക. അത് വെച്ചാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക. നോക്കൂ, ഒരിക്കലും എനിക്ക് നായ പേടിയുണ്ട്, അർത്ഥം ചിലപ്പോൾ ഉണ്ട് എന്നായിരിക്കാം, പക്ഷേ ഒരിക്കലും വി നെവർ സേ ഐ ഹാവ് അഫ്രൈഡ്, വി സേ ഐ ആം അഫ്രൈഡ് ഓഫ്. ഓക്കെ, ഐ ആം അഫ്രൈഡ്, ആൻഡ് ഐ ആം ashamed of your actions, and I'm proud of my job, and I'm sick of you. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. I'm tired of driving, ഡ്രൈവ് ചെയ്ത് മടുത്തു എനിക്ക്. And I'm full of energy, എനിക്ക് ഭയങ്കര എനർജിയാണ്. And I'm short of money, കാശില്ല. I'm aware of rules, നിയമങ്ങളെ കുറിച്ച് എനിക്കറിയാം. And I'm careful of my words, വാക്കുകളെ കുറിച്ച് ഞാൻ ഭയങ്കര കെയർഫുൾ ആണ്. And I'm capable of driving, which means I can drive. Anyway, thank you very much for watching this video. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. And share with your friends. Anyway, happy learning English. See you with another one. Bye-bye.